ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നത്? എനിക്ക് ഇവിടെ വൈൻഡ് പെയിൻ ഉള്ളതല്ലേ? ശരിയല്ലേ രമേശേട്ടാ ഇത്? ഇതെന്താ ഇതിങ്ങനെ? മോളെ ക്രോധം പാടില്ല. ക്രോധം പാടില്ലെന്ന് പറഞ്ഞാൽ ആ കൊച്ചു ആങ്കർ ചെയ്യുന്നതിന് ഇടയിൽ കയറി വന്നിട്ടാണോ വാഴയിലൊക്കെ ആയിട്ട് വന്ന് പ്രസാദം കൊടുക്കാനോ ഇതിനൊക്കെ നോക്കുന്നത്? എന്ത് കാര്യമാണ്? ഷാരടി, ആ നമ്മുടെ ലൗകിക ജീവിതത്തിലെ സുപ്ലീഡിത സിക്താങ്കിത വിഭാഗത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്തിനാ വെറുതെ വിടുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് നല്ല കാര്യത്തിന് വേണ്ടിയല്ലോ. ഞാനിപ്പോൾ വരുന്ന വഴി ഒരു സിദ്ധനെ കണ്ടിട്ടാണ് വരുന്നത്. ഓ, അപ്പൊ സിദ്ധനെ കണ്ടു. എന്നിട്ട് സിദ്ധനെ കണ്ടു. അപ്പോൾ സിദ്ധൻ എന്നോട് പറഞ്ഞു, എൻ്റെ നാഡീഞരമ്പ് നോക്കി പുള്ളി പറഞ്ഞു, നാടി നോക്കി പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു വിവരമില്ലാത്തവനും ദുഷ്ടനും എന്താ പറയാ പരമ തെണ്ടിയുമായിരുന്നു. പുള്ളിക്ക് ജന്മം മാറിപ്പോയിട്ടുണ്ടോ? ജന്മം മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, കഴിഞ്ഞ ജന്മം തന്നെ. കഴിഞ്ഞ ജന്മം തന്നെ. പിന്നെ എൻ്റെ നാടി ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പുള്ളി പറയാ, ഈ ജന്മത്തിൽ ഞാൻ ഈ ഫ്ലോറിൽ വരുമെന്നും ഇവിടെ പ്രോഗ്രാം ചെയ്യുമെന്നും എൻ്റെ തൊട്ടടുത്ത് ഒരു കറുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഒരു ആങ്കർ ഉണ്ടാവുമെന്നും ഇവൾ എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയായിരുന്നുവെന്നും പുള്ളി പറഞ്ഞു. ഓ, ചിലപ്പോ ഈ ജന്മത്തിലും ചിലപ്പോ ഭാര്യയാകാം. അല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞു തന്നത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണോ അതോ ഈ ജന്മത്തിലെ ആഗ്രഹമാണോ? കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണത്, ജന്മത്തിലുമാകാം എന്ന് ഉദ്ദേശിച്ചുള്ളൂ. ദൈവമേ. പിന്നെ സിദ്ധം പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മഹാരാഷ്ട്രയിലെ ഉൾനാട്ടിലെ രാജാവായിരുന്നത്രേ. നിങ്ങളാ? അപ്പോൾ അവിടുത്തെ വിദൂഷകനായിരുന്നു പിഷാരടി. അല്ല, എനിക്ക് അതിനകത്ത് ഒരു സങ്കടമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിലും ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ പറ്റിയ ഒരാളാണല്ലോ. ഒരുപാട് പേരെ പലതവണ തമാശ പറഞ്ഞ് ചിരിപ്പിച്ച് തന്നെ ജീവിച്ച ഒരാളാണല്ലോ. അതെനിക്ക് അഭിമാനമാണ്. പക്ഷെ അവിടുത്തെ കൊട്ടാരത്തിൽ ആ കൊട്ടാരത്തിൽ വിഷു ഒറ്റത്തവണ കോമഡി പറഞ്ഞോളൂ. അപ്പോഴേക്കും രാജാവ് തല അറുത്ത് കളഞ്ഞു. ഓ, ആലോചിച്ചില്ല.